I'm Samiha from Jovis Perfect Academy. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുഡ് വുഡ് ഷുഡ്. ഇത് വെച്ചിട്ട് നമ്മൾ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, അതായത് എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ കുഡ് വുഡ് ഷുഡ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ കുഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ വുഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ചോദിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെ പറയുമ്പോഴാണ് ഈ കുഡ് വുഡ് ഷുഡൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് കുഡ് നോക്കാം. ഓക്കെ, കുഡ് എന്ന് പറയുമ്പോൾ നമ്മൊരു പോസിബിലിറ്റി സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സാധ്യത പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുഡ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ ടുഡേ. ഇന്ന് വൈകിട്ടോടെ മഴ പെയ്തേക്കാം. അതായത് മഴ പെയ്തേക്കാം, നോട്ട് ഷുവർ അല്ലേ. അതായത് ഷുവറായിട്ടുള്ള കാര്യമല്ല, അത് ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രമാണ്, നമ്മുടെ ഒരു ഊഹ മാത്രമാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് മൂവി കുഡ് ബി ഇൻട്രസ്റ്റിംഗ്. ഈ സിനിമ രസകരമായിരിക്കാം അല്ലേ. ചിലപ്പോൾ രസകരമായിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് ഷുവർ അല്ലേ. അത് ഷുവർ അല്ല, അത് ജസ്റ്റ് ഒരു പോസിബിലിറ്റി ആണ്, ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനത്തെ സാഹചര്യങ്ങൾ ലൈക്ക് പോസിബിലിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ ഒരു പൊളൈറ്റ് വേയോട് കൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഒരാളോട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഈ ബാഗ് ഒന്ന് എടുക്കാൻ എന്നെ സഹായിക്കുമോ, എനിക്ക് ഈ ബാഗ് ഒട്ടും പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറയണേ, നീ എനിക്കിതൊന്ന് പൊക്കി തരുമോ. അത് ഞാൻ നല്ല എന്താ പറയുക, ഭയങ്കര സൗമ്യതയോട് കൂടിയിട്ട് ഞാൻ അവരോട് റിക്വസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ റിക്വസ്റ്റ് സാഹചര്യങ്ങൾ, അങ്ങനെ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട വരുന്ന ആ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ കുഡ് യൂസ് ചെയ്യും. ലൈക്ക്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ബാഗ്. ഈ ബാഗ് എനിക്കൊന്ന് പൊക്കാനായിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറയാം. അല്ലെങ്കിൽ കുഡ് ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെൻറ്റ്. കുറച്ച് നേരത്തിന് ഞാൻ നിൻ്റെ പേന ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാനായിട്ട്. ഇപ്പോൾ എടുത്തോട്ടെ, എനിക്കൊന്ന് ചെയ്ത് തരുമോ. അങ്ങനെയൊക്കെ ഒരു പൊളൈറ്റ് വേയോട് കൂടിയിട്ട് ഒരാളോട് ചോദിക്കാനായിട്ട് നമ്മൾ കുഡാണ് യൂസ് ചെയ്യുക. അതുപോലെ സജഷൻസ് പറയാനായിട്ട് നമുക്ക് കുറേ സജഷൻസ് പറയാറുണ്ട് അല്ലേ. ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലായാലും, നമ്മൾ ഫാമിലിയിലായാലും നമ്മൾ കുറേ സജഷൻസ്, നമ്മുടേതായിട്ടുള്ള സജഷൻസ് നമ്മൾ പറയാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ലൈക്ക്, ഇന്ന് വൈകുന്നേരം നമുക്ക് പാർക്കിൽ പോകാം. ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടി ഇരിക്കുക, അപ്പോൾ അവരോട് ഇന്ന് നമുക്ക് പാർക്കിൽ പോവാം അങ്ങനെയൊക്കെ ചോദിക്കില്ല. അത് നമ്മുടെ സജഷനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സജഷൻ അവരോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു മൊമെൻറ്റിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കുഡ് യൂസ് ചെയ്യാം. വി കുഡ് ഗോ ടു ദ പാർക്ക് ദിസ് ഈവനിങ്. അതുപോലെ യു കുഡ് ട്രൈ കോൾ ഹിം അഗെയിൻ. നിങ്ങൾക്ക് അവനെ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചൂടെ, അല്ലെങ്കിൽ വീണ്ടും വിളിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ സജഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ കുഡ് യൂസ് ചെയ്യും. അതുപോലെ എബിലിറ്റി ഇൻ ദ പാസ്റ്റ്, അതായത് ഒരു ശേഷീനെ, പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, കഴിഞ്ഞു പോയതല്ലേ. അപ്പോൾ ആ പാസ്റ്റിലുള്ള കാലത്തിൽ ഒരു എന്താ പറയുക, ഒരു ശേഷീനെ സൂചിപ്പിക്കാനായിട്ട്, ഒരു ശേഷീനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കുഡ് യൂസ് ചെയ്യും. ലൈക്ക്, വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ വെരി ഫാസ്റ്റ്. ചെറുപ്പത്തിൽ എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. സോ ദാറ്റ് ഈസ് എ പാസ്റ്റ് അല്ലേ. ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ ചെറുപ്പത്തിലായിരുന്നു, എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു, നമ്മൾ അങ്ങനെ പറയാറില്ലേ. സോ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ എബിലിറ്റീനെ കുറിച്ചിട്ട് പറയുന്നത്, പാസ്റ്റിൽ ഉള്ള നമ്മുടെ എബിലിറ്റിനെ കുറിച്ചിട്ട് പറയുന്നതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. അപ്പോൾ അങ്ങനത്തെ എബിലിറ്റീസിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഷീ കുഡ് സ്പീക്ക് ഫ്രഞ്ച് വെൻ ഷി വാസ് ഇൻ സ്കൂൾ അല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാസ്റ്റ് അല്ലേ. അപ്പോൾ ആ പാസ്റ്റിൽ അവളുടെ എബിലിറ്റി എന്താ, ടു സ്പീക്ക് ഫ്രഞ്ച് അല്ലേ. അപ്പോൾ അവൾ ഫ്രഞ്ച് സംസാരിക്കാനായിട്ട് അവൾക്ക് കഴിയുമായിരുന്നു എന്ന് പറയാനായിട്ട്. സോ ദാറ്റ് ഈസ് എ പാസ്റ്റ് അല്ലേ. അതും അവളുടെ എബിലിറ്റീനെയാണ് കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനത്തെ ആ സാഹചര്യങ്ങളിൽ നമ്മൾ കുഡ് യൂസ് ചെയ്യും. അതുപോലെ കണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഇത്, ലൈക്ക് ഇഫ് ക്ലോസുകൾ നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യില്ലേ. അപ്പോൾ ഇഫ് ക്ലോസ് വരുമ്പോഴും നമ്മൾ ഈ കുഡ് യൂസ് ചെയ്യും. ലൈക്ക് എങ്ങനത്തെ കണ്ടീഷണൽസാണ്, ഇപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഇഫ് ഐ ഹാഡ് മോർ മണി ഐ കുഡ് ബൈ എ ന്യൂ കാർ. എനിക്ക് കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പുതിയ കാറ് വാങ്ങാമായിരുന്നു. അപ്പോൾ ഇഫ് വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, ഇഫ് വെച്ച്, അതായത് നമ്മൾ ഇപ്പോൾ
എങ്കിൽ എന്ന് പറയുമ്പോൾ ഇഫിൻ്റെ അർത്ഥം എന്താ? എങ്കിൽ അല്ലേ. സോ ഈ ഇഫ് വെച്ചിട്ട് പറയും, ഇഫ് ക്ലോസ് വെച്ചിട്ട് പറയുന്ന ആ സാഹചര്യങ്ങളിൽ എനിക്കിപ്പോൾ കുറേ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു കാറ് വാങ്ങാമായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷണൽ ക്ലോസുകൾ വരുമ്പോൾ നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അത്രയാണ് കുഡ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ. അതായത് പോസിബിലിറ്റി, പൊളൈറ്റ്, അതേപോലെ സജഷൻസ്, നമ്മുടെ എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. അപ്പോൾ ഇഫ് ക്ലോസ് വരുമ്പോഴൊക്കെയാണ് നമ്മളിപ്പോൾ കുഡ് യൂസ് ചെയ്യുക. ഇനി വുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി വരും, ഫ്യൂച്ചറിലാണ് നമ്മൾ കൂടുതലും വുഡൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഇതിലും അങ്ങനെയുണ്ട്. പാസ്റ്റിലുള്ള ഫ്യൂച്ചേഴ്സിന് അതായത് പാസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഫ്യൂച്ചറിന് നമ്മളെന്താണ് വുഡ് യൂസ് ചെയ്യുന്നതായിട്ട് പറയും. ലൈക്ക് ഇപ്പോൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, ലൈക്ക് ഷീ സെഡ് ഷീ വുഡ് കോൾ മീ ലേറ്റർ. അവൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അവൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഉള്ള പാസ്റ്റ് അങ്ങനെയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും. ഐ ന്യൂ ഇറ്റ് വുഡ് റെയിൻ. മഴ പെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു അല്ലേ, അറിയാമായിരുന്നു. സോ പാസ്റ്റും ഉണ്ട്, അത് ഫ്യൂച്ചറിലുള്ളൊരു പാസ്റ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ, എനിക്കിന്ന് മഴ പെയ്യുമെന്ന് അറിയാമായിരുന്നു. സോ അങ്ങനെ പറയുന്ന ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിലുണ്ട് ഈ വുഡ് നമ്മൾ പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതായത് ഒരു കാര്യം ഓഫർ ചെയ്യാനായിട്ട്. അതായത് ലൈക്ക് വുഡ് യു ലൈക്ക് സംതിങ്, നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചോദിക്കില്ലേ, അതൊരു പൊളൈറ്റ് വേയിലുള്ള ഒരു ഓഫറാണ് അല്ലേ. അവർക്ക് ഓഫർ ചെയ്യുന്ന ഒരു പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ ആണത്. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും. അതുപോലെ വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇതിനൊന്ന് സഹായിക്കുമോ, ഇത് എന്നെ ഒന്ന് പിടിക്കാൻ സഹായിക്കുമോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കില്ലേ. സോ ആ സാഹചര്യങ്ങളിലും നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടീഷണൽ സെൻറ്റൻസുകൾ വരുമ്പോൾ ലൈക്ക് ഇഫ് ക്ലോസ്, ഈ കുഡ് കണ്ടീഷണൽ സെൻറ്റൻസുകൾ വരുമ്പോൾ ഇഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താണ്, അത് ഫ്യൂച്ചറായിട്ട് വേണം നോക്കാൻ കേട്ടോ. ഇഫ് ക്ലോസ് വരുമ്പോഴും അത് ഫ്യൂച്ചറിലേക്ക് പോകണ്ടോ എന്ന് നമ്മൾ നോക്കണം. ലൈക്ക് എനിക്ക് കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ലോകം ചുറ്റി സഞ്ചരിക്കുമായിരുന്നു. എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഈ ലോകം മൊത്തം ഞാൻ ചുറ്റി സഞ്ചരിക്കാമായിരുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ട്രാവൽ ദ വേൾഡ് അല്ലേ. എനിക്കിപ്പോൾ കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയില്ലേ, എനിക്കിപ്പോൾ ഇത്തിരിയും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ എക്സാം ഒന്ന് എഴുതി ഫിനിഷ് ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ പറയില്ലേ. സോ അങ്ങനത്തെ കണ്ടീഷണൽ ക്ലോസുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പാസ്റ്റ് ഹാബിറ്റ്, അതായത് കഴിഞ്ഞു പോയ ഹാബിറ്റ്സുകൾ, ലൈക്ക് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ എല്ലാ വൈകുന്നേരം കളിക്കുമായിരുന്നു അല്ലേ. അതൊരു യൂസ്ഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. കുട്ടികളായിരുന്നപ്പോൾ എല്ലാ ദിവസവും കളിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് പാസ്റ്റിലുള്ളൊരു യൂസ്ഡ് ആയിട്ടുള്ളൊരു തിങ് ആണ് അല്ലേ. സോ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും. വെൻ വി വർ കിഡ്സ് വി വുഡ് പ്ലേ ഔട്ട്സൈഡ് എവറി ഈവനിങ് അല്ലേ. വി വുഡ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൊരു കാര്യം പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുക. ലൈക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് പുറത്ത് പോകുന്നതിനേക്കാൾ എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. അത് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് അല്ലേ. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താ, വീട്ടിൽ തന്നെ ഇരിക്കാൻ. ഐ എം ലൈക്ക് എ ഹോമി അല്ലേ. അപ്പോൾ ഈ ഹോമികളൊക്കെ വീട്ടിലിരിക്കാനായിരിക്കും പ്രിഫർ ചെയ്യുക, നോട്ട് ടു ഗോ ടു ഔട്ട്സൈഡ് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രിഫർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നീ ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത്, അതെന്താണ്, അതൊരു പ്രിഫറാണ് അല്ലേ. നീ അതെടുക്കുന്നതിനേലും നല്ലത് ഇതായിരുന്നു എന്നൊക്കെ പറയാനായിട്ട്, അങ്ങനത്തെ പ്രിഫറൻസ് കൊടുക്കാൻ, നമ്മുടെ പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഈ ഡോക്ടറിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാം എന്ന് പറയില്ലേ. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത്. സോ വുഡ് അത്രയേ ഉള്ളൂ. പ്രിഫർ ചെയ്യാനും പ്രിഫറൻസ് കൊടുക്കാനും, അതേപോലെ പാസ് ഹാബിറ്റ്, യൂസ്ഡ് ആയിട്ടുള്ള പാസ് ഹാബിറ്റ്സുകൾ, അതുപോലെ കണ്ടീഷണൽ സെൻറ്റൻസ് ഇഫ് ക്ലോസ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ്, അതുപോലെ പൊളൈറ്റ് റിക്വസ്റ്റ് ഓഫർ ചെയ്യുന്നത് കേട്ടോ. ഓഫർ ചെയ്യുന്ന പൊളൈറ്റ് വേ ഓഫ് റിക്വസ്റ്റിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇനി ലാസ്റ്റ് വണ്ണാണ് ഷുഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉറപ്പായിട്ടുള്ളൊരു സാധ്യത, അത് നടക്കാൻ ഉറപ്പാണ്, പ്രോബബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഷുഡ് കൂടുതലും യൂസ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ഇനി ഞാൻ പറയാം,
പല സാഹചര്യങ്ങളിലായിട്ട് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, അതായത് ഒരു കടമ അല്ലെങ്കിൽ ഒരു ബാധ്യത, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കടമനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതയെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുക. ലൈക്ക് യു ഷുഡ് ഒബേ യുവർ പാരൻസ്, നീ നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം അല്ലെങ്കിൽ അനുസരിച്ചിരിക്കണം. ദാറ്റ് ഷുഡ് ബി യു ഹാവ് ടു ഡു, അല്ലേ? യു ഷുഡ് ഒബേ യുവർ പാരൻസ്, എന്തായാലും നീ മാതാപിതാക്കളെ അനുസരിച്ചിരിക്കണം. സോ അത് ഉറപ്പായിട്ടും നടക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? സോ അവിടെ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും. വി ഷുഡ് വെയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് എ ബൈക്ക്, അതെന്താണ് നിർബന്ധമായ കാര്യമാണ്, അല്ലേ? ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. സോ അങ്ങനെ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കടമ, നമ്മുടെ ബാധ്യതകൾ, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഷുഡാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ഷുഡ് യൂസ് ചെയ്യും. ലൈക്ക് യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്, അതെന്താണ്? അത് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ്. നമ്മൾ കുട്ടികളോട് പറയില്ലേ, നീ എന്തായാലും നിങ്ങൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണമാണ് നല്ലത്, സോ നിങ്ങൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം. അതൊക്കെ നമ്മുടെ അഡ്വൈസാണ്, അല്ലേ? നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന അഡ്വൈസാണ്. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഹി ഷുഡ് സീ എ ഡോക്ടർ, അവന് ഒട്ടും വയ്യ, അപ്പോൾ അവനാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുന്നില്ല. സോ നമ്മൾ പറയുന്നത് യു ഷുഡ് ഗോ ടു ദ ഡോക്ടർ, അല്ലേ? നീ എന്തായാലും ഡോക്ടറെ കാണാൻ പോകണം, നീ എന്തായാലും ഡോക്ടറെ കാണണം, അങ്ങനെയൊക്കെ പറയില്ലേ? സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും. അതുപോലെ എക്സ്പെക്റ്റേഷൻസ്, ഒരു പ്രോബബിലിറ്റി എന്ന് പറയില്ല, പറഞ്ഞില്ലേ? പ്രോബബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാവാം, ബട്ട് അതെന്താണ്, അത് ഉറപ്പായിട്ടും നടക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഷുഡ് യൂസ് ചെയ്യും. ലൈക്ക് ദ ട്രെയിൻ ഷുഡ് അറൈവ് ബൈ 7 o'clock, ആ ട്രെയിന് 7 മണിക്ക് തന്നെ എത്തും അല്ലെങ്കിൽ എത്തണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഷുഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ദിസ് മെഡിസിൻ ഷുഡ് ഹെൽപ്പ് യു ഫീൽ ബെറ്റർ, ഈ മരുന്ന് നിങ്ങൾക്ക് സുഖം തോന്നാനായിട്ട് സഹായിക്കും എന്ന് പറയാം. ഈ മരുന്ന് എന്തായാലും നിങ്ങൾക്ക് സുഖം തോന്നാൻ സഹായിക്കും. അപ്പോൾ ദാറ്റ് ഈസ്, അതെന്താണ്, അതൊരു എന്താണ്, അത് ഉറപ്പായ ഒരു കാര്യമാണ്, അല്ലേ? ദാറ്റ് ഈസ് എ പ്രോബബിലിറ്റി. പക്ഷെ അത് ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, എന്തായാലും ഉറപ്പായിട്ടും ലഭിക്കുന്ന, അതിനൊരു എന്താണ്, ഒരു റെസ്പോൺസ് ലഭിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കണ്ടീഷണൽ സെൻറ്റൻസ് ഇവിടെയും യൂസ് ചെയ്യും. ഷുഡ് കണ്ടീഷണൽ സെൻറ്റൻസിലും യൂസ് ചെയ്യും. ഇഫ് ക്ലോസ് വരുമ്പോൾ, ലൈക്ക് ഇഫ് യു ഷുഡ് നീഡ് ഹെൽപ്പ് കോൾ മീ, നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നൊക്കെ പറയില്ലേ? എന്തായാലും എന്തായാലും സഹായം വേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, നിനക്ക് എന്തായാലും എൻ്റെ സഹായം വേണ്ടി വരും, അപ്പോൾ നീ എന്നെ വിളിക്കുക. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇഫ് ക്ലോസ് വരുമ്പോൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുക. സോ ഇത്രയാണ് കുഡും ഷുഡും വുഡും വെച്ചിട്ടുള്ള എന്താണ്, എവിടെയൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ. ഓക്കെ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ കുഡ്, വുഡ്, ഷുഡൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഗ്രാമർ പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും. താങ്ക് യു.